കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ലൈംഗിക അതിക്രമ കേസിലാണ് അറസ്റ്റിലാവുന്നതും. വളരെ നാടകീയമായിട്ടായിരുന്നു പോലീസിന്റെ ഈ ഒരു അന്വേഷണം നടന്നത്. അതായത് ഉന്നതരോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവരോ പൈസയോ നേതാക്കളോ എന്നൊന്നും ഇല്ലാതെ വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് രഞ്ജിത്തിനെ പൂട്ടിയത്. എന്നാൽ രഞ്ജിത്ത് ഒളിവിൽ പോകാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഫലമായിട്ട് ഒരു സൂചന ലഭിച്ചതുകൊണ്ടാണ് പോലീസ് വളരെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് രഞ്ജിത്തിനെ പൂട്ടിയത്. പക്ഷെ ആരാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്? അല്ലെങ്കിൽ ആരാണ് ഇത്രയേറെ പേടിക്കാതെ അദ്ദേഹത്തിനെ ഇത്രയും പ്ലാനോടുകൂടി പിടികൂടാൻ സഹായിച്ചത്? സിനിമയിലെ പവർ ഗ്രൂപ്പുകളെ വിറപ്പിച്ച് സംവിധായകൻ രഞ്ജിത്തിനെ അഴിക്കുള്ളിലാക്കുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ഒരാളെയാണ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ IPS. സമ്മർദ്ദങ്ങൾക്കും സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത ഈ ഒരു ഉദ്യോഗസ്ഥന്റെ നിശ്ചയദാർഢ്യമാണ് ഒടുവിൽ കോഴിക്കോട്ടെ സിനിമാക്കാരനെ കൊച്ചിയിൽ നിയമത്തിനു മുന്നിൽ എത്തിച്ചത്. യൂണിഫോമിനുള്ളിലെ കഠിന ഹൃദയനായ പോലീസ് ഓഫീസർക്കും ക്യാമറയെ പ്രണയിക്കുന്ന കലാകാരനുമപ്പുറം മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന ഒരു പോരാളിയുടെ കഥയുണ്ട് കാളിരാജിന് പറയാൻ. ജമ്മു കാശ്മീർ കേഡാറിലെ 2005 ബാച്ച് ഉദ്യോഗസ്ഥനായ കാളിരാജ് മഹേഷ് കുമാർ ഒരു കാലത്ത് താഴ്വരയിലെ ഭീകരവാദികളുടെ ഉറക്കം കെടുത്തിയിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഹിസ്ബുൾ മുഹാജിദീൻ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അദ്ദേഹം മുൻനിരയിലുണ്ടായിരുന്നു. അത്തരമൊരു പ്രക്ഷുബ്ധമായിട്ടുള്ള ഏറ്റുമുട്ടലിനു ഇടയിലാണ് കാളിരാജിന് നേരെ ഭീകരരുടെ വെടിയുണ്ടകൾ പായുന്നത്. 5 വെടിയുണ്ടകളേറ്റ് മരണത്തിന്റെ വക്കിലെത്തിയ അദ്ദേഹം മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതും. സുരക്ഷാ കാരണങ്ങളാലും ആരോഗ്യപരമായിട്ടുള്ള പരിമിതികളുമാണ് അദ്ദേഹം പിന്നീട് ദക്ഷിണേന്ത്യയിലേക്ക് സ്ഥലം മാറ്റി വാങ്ങിയത്. തമിഴ്നാട്ടിലെ ഹ്രസ്വകാല സേവനത്തിന് ശേഷം കേരള കേഡാറിലെത്തിയ അദ്ദേഹം കോഴിക്കോട് കമ്മീഷണറും കൊച്ചി റേഞ്ച് DIGയും തിളങ്ങി നിന്നു. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന കാലത്ത് പുലർച്ചെ നഗരത്തിലെ ഇടവഴികളിലൂടെയും കടൽ തീരങ്ങളിലൂടെയും തോക്കിനു പകരം കൂറ്റൻ ക്യാമറയുമായിട്ട് നടന്നു നീങ്ങുന്ന ഒരാളുണ്ടായിരുന്നു. അത് കാളിരാജ് മഹേഷ് കുമാർ ആയിരുന്നു. പക്ഷികളെയും പ്രകൃതിയെയും അത്രമേൽ സ്നേഹിച്ച അദ്ദേഹം മഞ്ഞക്കറുപ്പൻ പോലുള്ള പക്ഷികളെ തേടി മണിക്കൂറുകളോളം ക്ഷമയോടെ കാത്തു നിൽക്കുമായിരുന്നു. എന്നാൽ ഈ നടത്തം കേവലം ഒരു ഹോബി മാത്രമായിരുന്നില്ല. ക്യാമറയുമായിട്ട് നടക്കുമ്പോൾ നഗരത്തിന്റെ മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പോലീസിന്റെ ലാത്തിയോ തോക്കോ ഇല്ലാത്ത ആ ഒരു നടത്തം യഥാർത്ഥത്തിൽ ഒരു അപ്രഖ്യാപിത പെട്രോളിംഗ് ആയിരുന്നു. തന്റെ നിക്കോൺ D7 7000 ക്യാമറയിൽ അദ്ദേഹം പകർത്തിയ ചിത്രങ്ങൾ പോലീസ് സൊസൈറ്റിയുടെ കലണ്ടറുകളിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട്. സിനിമയിലെ പ്രമുഖർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ പോലീസ് മടിക്കാറുള്ള പതിവ് രീതികൾ കാളിരാജ് മഹേഷ് കുമാറിന്റെ കാര്യത്തിൽ നടന്നില്ല എന്ന് വേണം പറയാൻ. കൃത്യം തെളിവുകൾ ശേഖരിക്കാനും ഇരയുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. മുൻപ് കശ്മീരിലെ തീവ്രവാദികളെ നേരിട്ട അതേ കണികശതയോടെ തന്നെയാണ് അദ്ദേഹം കൊച്ചിയിലെ കുറ്റവാളിയെയും നേരിടുന്നത്. പോലീസ് ജോലി വികാരങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഒന്നാണ്. എന്നാൽ ഫോട്ടോഗ്രാഫി മനസ്സിന് വ്യക്തതയും സമാധാനവും നൽകുന്നു എന്നതാണ് അദ്ദേഹം പറയാറുള്ളത്. ആ വ്യക്തിയാണ് രഞ്ജിത്തിനെതിരായിട്ടുള്ള കേസിൽ നിർണായകമായത്. പവർ ഗ്രൂപ്പുകളുടെ ഭീഷണിയോ രാഷ്ട്രീയ സമ്മർദ്ദമോ കാളിരാജ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ വില പോയില്ല. ജമ്മു കാശ്മീർ മുതൽ കേരളത്തിന്റെ തീരദേശങ്ങൾ വരെ നീളുന്ന ആ ഔദ്യോഗിക ജീവിതം ഇപ്പോൾ കൊച്ചിയിലെ കുറ്റവാളികൾക്ക് കൃത്യമായൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. നിയമത്തിന് മുന്നിൽ ആരും വലിയവരല്ല. ഇനി കൊച്ചിയെ ശുദ്ധീകരിക്കാൻ കാളിരാജ് മുന്നിലുണ്ടാകും. സംവിധായകൻ രഞ്ജിത്ത് കേസിൽ സംഭവിച്ചത് യുവനടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ അഴിക്കുള്ളിലാക്കിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാറിന്റെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു രഞ്ജിത്ത്. അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത് എന്നാണ് കമ്മീഷണർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. കാശ്മീരിലെ തീവ്രവാദികളെ വിറപ്പിച്ച കണിശതയോടെ തന്നെയാണ് കൊച്ചിയിലെ ഈ ഉന്നതൻ കേസിലെ ഓരോ നീക്കവും നടന്നിരുന്നത്. ഷൂട്ടിംഗ് സെറ്റിലെ കാരവാനിൽ വെച്ചുണ്ടായിട്ടുള്ള അതിക്രമത്തെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്നവർക്ക് അറിവുണ്ടായിരുന്നുവെന്നും കമ്മീഷണർ വെളിപ്പെടുത്തുന്നുണ്ട്. സംഭവം നടന്ന ഉടനെ പരാതിക്കാരി പുറത്തു വന്ന് അവിടെ ഉണ്ടായിരുന്നവരോട് വിവരം പറഞ്ഞു. എന്നാൽ അവർ നടിയെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുകയാണ് ചെയ്തത് എന്നാണ് കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞത്. ഇത് കേസിൽ നിർണായക സാക്ഷിമൊഴികളിലേക്ക് പോലീസിനെ എത്തിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ആഴ്ച കുടുംബത്തോടൊപ്പം എത്തി നടി പരാതി നൽകുമ്പോൾ അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു.
സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്ന് മോചിതയാകാത്ത നടിക്ക് ആവശ്യമായിട്ടുള്ള സൈക്കാട്രിക് ചികിത്സ നൽകിയ ശേഷമാണ് മൊഴി രേഖപ്പെടുത്തിയത്. വനിതാ ഉദ്യോഗസ്ഥരുടെ പ്രത്യേക നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അതിവേഗത്തിലായിരുന്നു കമ്മീഷണറുടെ നീക്കങ്ങൾ നടന്നിരുന്നത്. തന്നെക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ള ആൾക്കെതിരെയാണ് പരാതി എന്നത് നടിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നു. ഇരയുടെ സ്വീകാര്യത വെളിപ്പെടുത്താതെ അന്വേഷണം പൂർത്തിയാക്കുക എന്നതായിരുന്നു പോലീസിനു മുന്നിലെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. പരാതി നൽകാതിരിക്കാൻ നടി ആരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചോ എന്ന കാര്യം ഗൗരവമായിട്ട് അന്വേഷിക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തലവനായിട്ടുള്ള കൊച്ചി DCP അശ്വതി ജിജി അറിയിച്ചു. നടിയുടെ മൊഴിയിൽ പരാമർശിക്കുന്ന സാക്ഷികളുടെ മൊഴിയെടുക്കുന്ന നടപടികൾ ഉടൻ ആരംഭിക്കും. തോക്കിന് പകരം ക്യാമറയുമായിട്ട് പക്ഷികളെ തേടി നടന്നിരുന്ന ആ പഴയ കോഴിക്കോട് കമ്മീഷണർ അല്ല, മറിച്ച് നിയമം ലംഘിക്കുന്നവർക്ക് മുന്നിൽ കരിമ്പാറ പോലെ ഉറച്ചു നിൽക്കുന്ന കാളിരാജ് മഹേഷ് കുമാറി എന്ന IPS ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ കൊച്ചി കാണുന്നത്. സിനിമയിലെ സ്വാധീന ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഈ ഉദ്യോഗസ്ഥന്റെ നിലപാടാണ് ഇരയ്ക്ക് നീതി ലഭിക്കുമെന്ന ഉറപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും പേടിക്കേണ്ടി വരും. മാത്രമല്ല, കൈക്കൂലിക്കോ ഉന്നത നേതാക്കൾക്കോ അങ്ങനെ അവർക്ക് വല വീശുമ്പോൾ ആ വലയിൽ കുടുങ്ങാൻ പറ്റിയ ഒരു IPS ഉദ്യോഗസ്ഥനായിട്ടല്ല ഈ കാളിദാസ് മാറുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിശ്ചയദാർഢ്യത്തോടും നിലപാടോടും കൂടി കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. കൃത്യതയാർന്ന അന്വേഷണത്തിലൂടെ പരാതിക്കാരിക്കോ അല്ലെങ്കിൽ ഇരയ്ക്കോ നീതി മേടിച്ചു കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനവും.